അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണല്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പുതിയൊരു എന്താ പറയുക സംരംഭത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ബോട്ടിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളിത് ആലിസ് ലേക്ക് പ്രോമിസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഹോം സ്റ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഞങ്ങൾ ഇന്നലെ വിചാരിച്ച് മൊത്തം റൂം 7 റൂമാണ് ഇവിടെ അവൈലബിലിറ്റി ഉള്ളത്. 7 റൂം AC തന്നെയാണ്. പക്ഷേ 5 റൂമും ഓൾറെഡി ഫില്ലാണ്. ഒരു 2 റൂം മാത്രമാണ് വേക്കൻറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് എത്തുവരും. അപ്പോൾ അതിനു മുമ്പ് അതൊന്ന് കാണിച്ചേക്കാം. 2 റൂം തൽക്കാലത്തെ കാണിക്കുക. എല്ലാം ഒരേ ഫെസിലിറ്റി തന്നെയാണ് ഉള്ളത്. എല്ലാം ഒരേ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണല്ലേ. ഇന്ന് മടങ്ങാണ്. ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി റൂമൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 നിലയാണ് ഹോം സ്റ്റേ വരുന്നത്. 2 നിലയും വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നിലയിൽ ഏറ്റവും അടിയിലുള്ള റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം വരുന്നത്. ഇക്കാലത്ത് പറഞ്ഞ പോലെ തന്നെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TV ഉണ്ട്. എന്താ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു റൂം തന്നെയാണ്. പിന്നെ നമ്മുടെ ബാത്റൂം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം വരുന്നത്. എല്ലാം ഏകദേശം എല്ലാ റൂമിനും സെയിം ഫെസിലിറ്റിയും സെയിം വലിപ്പമൊക്കെയാണ് കേട്ടോ എല്ലാ റൂമിനും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മൾ 7 റൂമും കാണിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥകളോട് പറഞ്ഞല്ലോ, ഇത്രയും തിരക്കുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ റൂമിലൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗസ്റ്റിൻ്റെ. അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. പിന്നെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ചെറിയൊരു അല്ലേ നമുക്ക് ചൂസ് ചെയ്യാലോ റൂം. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ചെറിയ കുഞ്ഞു റൂമാണ് കുഞ്ഞു റൂം, വലിയ റൂമാണ് വലിയ റൂമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മേലത്തെ താഴത്തെ ഓരോ റൂം കണ്ടു. പിന്നെ എന്താ ഇതിപ്പം നമ്മുടെ രണ്ടാമത്തെ നിലയിൽ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല രസമായിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് ചില്ല് ചെയ്ത് സംസാരിച്ച് പോകാം. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ അതെ. പിന്നെ അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഉണ്ട്. പിന്നെന്തൊക്കെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി ഭാഗം. ഇത് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് കേട്ടോ. ഇവിടെ വന്നിരുന്നാൽ ഏകദേശം പുന്നമട കായൽ അതുപോലെ ഫിനിഷിംഗ് പോയിന്റ് ഏരിയ ഒക്കെ നമുക്ക് നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് അല്ലേ അശ്ന പറ്റിയ റിയലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അത്
കോട്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇന്നലെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഫുള്ള് പറഞ്ഞതാണ്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇപ്പം നൈറ്റൊക്കെ വരുന്നവർക്ക് പിന്നെ ഇവിടുന്ന് ഫുഡ് നമ്മൾ പുറത്തവിടെ പോയി കഴിക്കേണ്ട കാര്യമില്ല. ഏത് തരത്തിലുള്ള ആലപ്പുഴയിൽ കിട്ടുന്ന ഏത് തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ഉണ്ട്. അതിൻ്റെ ഒരു മെനു കാർഡ് ഉണ്ടാവണമായിരുന്നു. മൊത്തം എല്ലാ ഐറ്റംസും വരുന്ന മെനു കാർഡാണ്. അതിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ എത്തിച്ച് സാധനം ഫുഡ് ഇവിടെ എത്തിച്ച് തരുന്നതാണ്. അങ്ങനെയുള്ള ഫെസിലിറ്റികളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മൊത്തത്തിൽ നമുക്ക് വന്നൊന്ന് ചില്ല് ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബാക്കി കോൺടാക്ട് നമ്പർ ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ഫാമിലിയുടെ ഒക്കെ കൂടെ വന്നാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് വിജയിപ്പിച്ച് തരിക. നമ്മളിപ്പം ഇനി ഇവിടെ നിന്ന് തിരിക്കുകയാണ് അല്ലേ? നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു തീരുമാനമായിട്ടില്ല. തൊടുപുഴയ്ക്ക് പോകണോ അതോ തിരുവനന്തപുരം പോകണോ എന്നുള്ളൊരു സംഘർഷാവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും ഉടനടി തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഫ്രഷായി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെല്ലാം കൊണ്ടുപോയിട്ട് വണ്ടിയിലൊക്കെ വെച്ചതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ മൊത്തം താമസമാവും. അങ്ങനെ ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇറങ്ങി. 2 മണി ആവാനായപ്പോഴേക്കും ഷെരീഫ്ക വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇവിടെ വന്നതാണല്ലോ, സോ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഷെരീഫ്കയുടെ വൈഫും കുട്ടിയൊക്കെ ഹോം സ്റ്റേയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിരിഞ്ഞത്. അപ്പം ഇത് വീടെത്താനായിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഇവർ അങ്കമാലിയിൽ വീടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ ഒരു ദിവസം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ലോങ് വ്ലോഗ് ഇട്ടിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു നമ്മളന്ന് പോയത്. എന്നിട്ട് എറണാകുളത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്തതൊക്കെ ആ ഒരു ഷോർട്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം അതാണ് ഇവരുടെ ഫാമിലി. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ തറവാട് വീട് അവിടെ അടുത്താണ്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല രസമാണ്, അവരുടെ സമയം പോകുന്നതേ അറിയില്ല. ഭയങ്കര വൈബ് ഫാമിലിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും പെട്ടെന്ന് തന്നെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് സമയം കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ തിരുവനന്തപുരത്തിനാണ് നമ്മൾ നേരെ പോയത്. ഇതൊക്കെ അവരുടെ കൂടെ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ്. ഒരുപാട് സന്തോഷമുണ്ട് കുറേ നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ. അന്ന് അങ്കമാലിയിൽ വെച്ച് കാണുമ്പോഴും അന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷേ എന്താ പറയുക, കുറേ നാൾ പരിചയമുള്ള ആളുകളോട് സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് മുതലൊരു ബോണ്ട്, ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ എന്താ പറയണേ, നല്ല ആളുകളാണ്. എനിക്കത് എങ്ങനെ പറയേണ്ടതെന്നുള്ളത് അറിയില്ല. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. എല്ലാരും കയറിയാ അപ്പൊ എല്ലാവരോടും പോട്ടോ. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും. ഈ ഒരു വീഡിയോ തൊട്ട് മുമ്പ് വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ കുറേ കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടിട്ട് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ വൈൻഡപ്പും കൂടി കൊടുത്തിട്ട് നിർത്തേക്കാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമല്ലോ, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഏകദേശം ഒരു 50,000 പേരോളം കണ്ടു. നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു, നമ്മൾ ബ്ലെസ് ചെയ്തുകൊണ്ടുള്ളത്. അതുപോലെ തന്നെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അതല്ലാതെ കേവലം ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇന്നുവരെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് കൂടിയില്ല കേട്ടോ. ഏകദേശം 3 വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഇതിൽ വീഡിയോ ആക്റ്റീവായിട്ട് ഇടാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഓടി വന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്.
അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഒരു അടുപ്പം ഒരു ബോണ്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് നിങ്ങളോട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വാങ്ങിയ സമയത്ത് ബസ് എടുത്ത സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കൂടെ നിന്ന കുറേ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതിനെക്കാട്ടിലും അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അന്ന് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് സത്യത്തിലുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഇത് ഇടാനായിട്ടുള്ളൊരു എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹോം സ്റ്റേയുടെ വീഡിയോ ഒക്കെ മുമ്പ് പുറകെ തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറേ ഷോർട്സ് അതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്യലൊന്നും നടക്കില്ലല്ലോ. ഇതിന് വോയിസ് ഓവർ കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അത് അന്ന് തന്നെ ഇടേണ്ടതായിരുന്നു. പക്ഷേ സമയം കിട്ടില്ല. സമയത്തിൻ്റെ ഒരു കുറവ് മൂലം പറ്റിയതാണ് കേട്ടോ. അപ്പം പിന്നെന്താണ്, ഈ ഹോം സ്റ്റേയുടെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, ഈ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റേറ്റിനെ കുറിച്ചിട്ടാണ്. പിന്നെ 1-2 കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എവിടെയായിരുന്നു ആഘോഷിച്ചത്, 10 വർഷം മുമ്പ് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴും അതിൻ്റെ സന്തോഷം തോന്നി കേട്ടോ. നിങ്ങളത് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പേര് കേട്ടപ്പോഴത്തേക്ക് നിങ്ങളത് എന്താ പറയുക ഓർത്തിരുന്ന് കമൻറ്റൊക്കെ ഇട്ടല്ലോ. ഓക്കെ. അപ്പം റേറ്റിൻ്റെ കാര്യം നമ്മളതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പറയുന്ന റേറ്റ് ആയിരിക്കില്ല പിന്നെ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ അത് സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇന്നതാണ് റേറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസം ബോട്ടിങ്ങിന് പോകുന്നതിന് ഇന്നതാണ് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അതുമില്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴായിരിക്കും ബോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ റേറ്റ് വെച്ച് നിങ്ങൾ അന്ന് പോയി അന്വേഷിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയാണ് റേറ്റ് എന്നുള്ളത് എടുത്ത് പറയാതിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഫുൾ അതായിരുന്നു, റേറ്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. പിന്നെ അതിന് ഞാൻ അതായത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ, അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ദിവസം അതിൽ സ്റ്റേ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും. എപ്പോഴാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് കോൺടാക്ട് ചെയ്താൽ മതിയാകും. പിന്നെ അത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, പിന്നെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതാണ് റേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനതിന് പല കമൻസിന് റിപ്ലൈ കൊടുത്തില്ല. റിപ്ലൈ കൊടുക്കാതിരുന്നതിന് കാരണം ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്, അപ്പോൾ വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു തുടക്കത്തിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ ഹോം സ്റ്റേയുടെ നമ്മുടെ ബാക്കി സൗകര്യങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാൻ പറ്റില്ല. ടേക്ക് കെയർ. ബൈ ബൈ.